കാണിക്കാൻ പോണത് എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്ന് എൻ്റെ കുട്ടിക്കാലാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോണതൊക്കെ. നമുക്ക് നമ്മളെ കുട്ടിക്കാലോട്ട് പോവാം. നേരെ 13 വർഷം ബാക്കിലോട്ട് പോട്ടെ. എനിക്ക് കുറേ ആഗ്രഹമുണ്ട്, പക്ഷെ അമ്മേനോട് ചോദിച്ചാൽ നടക്കൂല. അച്ഛനോടാ ചോദിക്കാം. സൂപ്പർ സ്പീഡ് ഉള്ളതുകൊണ്ട് നല്ലതായി മേലെ അഡ്ജസ്റ്റൂലും ഉണ്ട്. അച്ഛനെ വിളിക്കട്ടെ. അച്ഛാ അച്ഛാ. എന്തോ മോനെ? അച്ഛാ, എനിക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അത് സാധിച്ചു തരുമോ? അച്ഛൻ സാധിച്ചു തരുമോ? പിന്നെ ഞാൻ സാധിച്ചു തരില്ല. നമ്മൾ കോടീശ്വരനല്ലടെ ഈ സിറ്റിയിലോ പുറത്ത് നിൽക്കണ കാറൊക്കെ കണ്ടില്ലേ, അതൊക്കെ നിന്റെ പേരിലാണ്. അച്ഛാ, ഫസ്റ്റ് ആഗ്രഹം ഞാൻ പറയട്ടെ. ആഗ്രഹമല്ല, വന്ന് വന്ന അച്ഛനും പറയാനാവാതായില്ലേ? അങ്ങനൊന്നുമില്ല മോനെ. പറ മോൻ്റെ ഫസ്റ്റ് ആഗ്രഹം എന്താ? അച്ഛാ, എനിക്ക് സൂപ്പർ ബൈക്ക് വേണം. സൂപ്പർ ബൈക്ക്. പഠിച്ചോനെ, സൂപ്പർ ബൈക്കോ? അച്ഛാ, മോനെ സൂപ്പർ ബൈക്കൊന്നും ഓടിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ പണ്ടത്തെ സ്പ്ലെൻഡർ ഇല്ലേ, അതെടുത്ത് ഓടിച്ചേട്ടോ. സ്പ്ലെൻഡർ നിങ്ങൾ തല്ലി പൊട്ടില്ല അച്ഛാ? ഇല്ല മോനെ, നമുക്ക് ആവശ്യം വരും. ശരിയാ. രണ്ടാമത്തെ ആഗ്രഹം എന്താണ്? എനിക്ക് കോലുമുട്ടായി വേണം. മോനെ, കോലുമുട്ടായി മാത്രം നടക്കൂല. നാട്ടിൽ കോലുമുട്ടായിക്ക് 1.5 രൂപ ആയിക്കണ്. കോലുമുട്ടായി നല്ല വാങ്ങൂലട്ടാ. കള്ളവാ. അങ്ങനെ കാണിച്ചു തരാം. കോലുമുട്ടായി വാങ്ങിച്ചല്ലേ 2 ഉറുപ്പില്ല കോലുമുട്ടായിക്ക് തന്നെ. കോടീശ്വരനായ 10 കോലൊക്കെ ഇല്ല. നീയാണ് 2 ഉറുപ്പിൻ്റെ കോലുമുട്ടായി വാങ്ങിച്ചല്ലേ. കാണിച്ചു തരട്ടാ. മോനെന്തെങ്കിലും പറഞ്ഞോ എന്നെക്കുറിച്ച്? ഇല്ല അച്ഛാ, ഒന്നും പറഞ്ഞേനും. ജാഗ്രതൊക്കെ പോയി. എങ്ങനെയാ പോയേ? തൊല്ലി കൂടെ ഞാനേ ഏമ്പക്കം മുറ്റും ഒന്ന് പോയി. ഈ ആഗ്രഹം പോയി. ഞാൻ ഒന്നും സാധിച്ചില്ല. ഒന്നും സാധിച്ചില്ല. അത് വേണ്ട, പോയെടുത്തോ. ശരി, ഞാൻ കോഴിമുട്ടായി വാങ്ങി തന്നില്ല. ഞാൻ പോവാ, നീ എന്തെങ്കിലും കാട്ട്. ശരി അച്ഛൻ, ഞാൻ പുണ്ണാക്കി വീങ്ങിയിരിക്കവിടെ. അച്ഛൻ എന്തായാലും പോയി. ഇനി പറഞ്ഞ പോലെ സ്പ്ലെൻഡർ എടുത്തിട്ട് പോവാ. ഐഡിയ. അയ്യോ. അങ്ങനോടില്ലേ നിന്റെ ഒപ്പപ്പാനം ഭരണം നടന്നേ? ഓടോ. എടാ, എന്തോ കോള് വരുന്നുണ്ട്, നീ എടുത്തേ. ഞാൻ എടുക്കാം. ഹലോ, ദിസ് ഈസ് ഫ്രം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരാളെ താങ്കളെ ഇവിടെ ഫ്രാങ്ക്ലിൻ പറഞ്ഞ താങ്കളെ മോനല്ലേ? സാറേ. ഫ്രാങ്ക്ലിൻ ഒരു കുട്ടിയാണ്. ഞങ്ങൾക്ക് മനസ്സിലായി. ഫ്രാങ്ക്ലിൻ, എന്തിനാണ് നിങ്ങൾ ഫ്രാങ്ക്ലിന് കാർ ഓടിക്കാൻ കൊടുത്തത്? ഞാൻ കാറൊന്നും ഓടിക്കാൻ അവന് കൊടുത്തിട്ടില്ല. മിക്കവാറും അവന് ഞാൻ അറിയാതെ കൊണ്ടുപോയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് 10 ലക്ഷം ഫൈനാണ്. അത് ഇപ്പം തന്നെ അടച്ചോ, അല്ലെങ്കിൽ നിങ്ങളെ മോനെ ഞങ്ങൾ ജയിലിലെടുക്കുന്ന കാര്യം. എന്താടാ പ്രശ്നം? അവിടെ ഞാനറിയാതിൻ്റെ മോന് ഇവിടെ കാറെടുത്ത് കൊണ്ടുപോയി. അതിന് 10 ലക്ഷം ഫൈന്. ഞാനെന്തായാലും വീട്ടിൽ പോട്ടെ, അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അയ്യോ, ഞാൻ ചത്തോ. അവൻ്റെ നാട് ഒടിഞ്ഞ്. എന്താ തല പറഞ്ഞു വീർന്ന്.
അയ്യോ എല്ലാരും ഓടി വരുന്നേ, ഇവിടെ ആരും മരിച്ചു വീണേ. അയ്യോ ഇവിടെ എല്ലാരും ഓടി വരുന്നേ, ഇവിടെ ഒരാൾ മരിച്ചേ. അയ്യോ അയ്യോ എല്ലാരും ഓടി വരുന്നേ, ഇവിടെ എല്ലാരും മരിച്ചു. അയ്യോ 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 എല്ലാരും മരിച്ചു. അതാണ് എൻ്റെ കഥ. അപ്പം ഇവിടെ എത്ര ഉള്ളൂ. ഇഷ്ടപ്പെടുകയില്ലേ സാർ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. പിന്നെ നമ്മൾ ബൈഹാൻ ചാൻസ് ഷൂട്ടിങ് തുടങ്ങുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം അതൊക്കെ അല്ലേ, അതൊക്കെ ഞാൻ ഒരു ചാനലിൽ കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ ഇവിടെ എത്ര ഉള്ളൂ. ഇഷ്ടപ്പെടുകയില്ലേ സാർ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. I was to stop.